ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സൺഡേ സ്പെഷ്യൽ ഫുഡ് അടിയുടെ വ്ളോഗായിട്ടാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു കേദരമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ മസാല കൂട്ടുന്നതും ബിരിയാണി വെക്കുന്നതും ഉമ്മയും താത്തയും കൂടെയാണ് കേട്ടോ. ഞാനും പിന്നെ അടുക്കളയിലുണ്ട്, ക്യാമറാമാൻ ഞാനാണല്ലോ. അപ്പം ഉമ്മ മസാല കൂട്ടുന്നു, താത്തതാ ഉള്ളിയും കാര്യങ്ങളൊക്കെ നന്നാക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ. ഓരുടെ കൂടെ തന്നെ കട്ടേക്ക് ഫോണും പിടിച്ചിട്ട് ഞാനും നിൽക്കുന്നുണ്ട്. ഒരൊറ്റ ഷോട്ട് പോലും മിസ്സാവരുതല്ലോ. അപ്പോൾ ഇതാ മസാല കൂടിയിട്ട് അധികം നേരം റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല, നേരെ ഫ്രൈ ആക്കാൻ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതാകുമ്പോൾ പാത്രം കഴുകലും തീർത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ആങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൾ ഭയങ്കര സകലകലാ വല്ലഭനാണ് കണ്ടോ. ആൾ ഉമ്മാനെ സഹായിക്കുന്നുണ്ടല്ലേ. പിന്നെ ഒരാൾ ഇതാ വെളുത്തുള്ളി തൊലിക്കണം, തൊളിച്ചിട്ടും കിട്ടണ്ടേ. ഇത് നമുക്ക് പോണ്ടേ. അങ്ങനെ ഇതാ കട്ടിങ്ങും കാര്യങ്ങളും ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കണു, മീൻ പൊരിക്കലും ഒരു ഭാഗത്തും നടന്നുകൊണ്ടിരിക്കണു കേട്ടോ. ഞാൻ ഫോണും പിടിച്ചിട്ട് ആ കാര്യവും പറഞ്ഞിങ്ങനെ പിന്നാലെ നടക്കും, ഒരു പൊട്ട് തരുമെന്നും ചോദിച്ചിട്ട്. അങ്ങനെ സായി കേട്ട അവസാനം ഒരു പൊട്ടുമ്പോൾ തന്നു. എനിക്കാണെങ്കിലോ സ്വർഗം കിട്ടിയ പൊലിയും ഇനി മതിട്ടോ, ഇനി ഫോണും കൊണ്ട് വീഡിയോ എടുത്തതൊക്കെ മതി, ഇനി ഇവിടുന്ന് പൊയ്ക്കോന്ന് പറഞ്ഞാൽ ആട്ടിവിടുകയൊക്കെ ചെയ്തു. പക്ഷെ ഞാനുണ്ടോ പോണു, ഉമ്മക്കുണ്ടോ അത് വല്ല വിഷയം. അങ്ങനെ ഇമ്മ ഇതാ മസാലക്കുള്ള ഉള്ളിയൊക്കെ വാട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇമ്മാന്റെ ഒരു ഭാഗ്യം, കറക്റ്റ് ടൈമിൽ കുട്ടി നീച്ചു, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകേണ്ടി വന്നു. അങ്ങനെ പാലൊക്കെ കൊടുത്തോളം ഉറങ്ങിയെന്ന് കണ്ടപ്പോൾ പതുക്കെ മിണ്ടാണ്ട് വാതിലടച്ച് ഞാനിങ്ങ് പോന്നു കേട്ടോ. അടുക്കളയ്ക്ക് എത്തണല്ലോ. അടുക്കളയിൽ എത്തിയപ്പോഴാണെങ്കിലോ സാലഡിനുള്ള ഉള്ളി, കുക്കുംബർ, ക്യാരറ്റ്, പച്ചമുളകൊക്കെ താത്തതാ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ മീനൊക്കെ മസാല കൂട്ടിയിലേക്കൊക്കെ ഇട്ടിട്ട് മസാല ഇതാ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസൊക്കെ മിസ്സായിട്ടോ, കാരണം ഞാൻ പാലെടുക്കാൻ വേണ്ടി പോയല്ലോ. അപ്പോൾ ഇതാ ബിരിയാണിക്കുള്ള അരി വെള്ളത്തിലിട്ടിക്കാണ് കേട്ടോ. ആ അരിയിട്ട് ചോറാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അതാ അടുപ്പത്ത് തിളക്കാനായിട്ട് വെമ്പി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് മോരൊക്കെ ഒഴിച്ചിട്ട് സാലഡൊക്കെ ഇതാ സെറ്റാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ചോറും ഇതാ വെന്ത് വന്നിട്ടുണ്ട്. അതും ഇതാ ഊറ്റിയിട്ട് ഒരു ഊറ്റുകൊട്ടേക്കുമ്മ കോരിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ ഉമ്മ ചെമ്പട്ടിയിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ മസാലകളൊക്കെ ചെമ്പട്ടീൻ്റെ അടിഭാഗത്ത് ഫുള്ളായിട്ടൊന്ന് പരത്തി ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചോറ് ചെമ്പട്ടിയിലേക്ക് ഇട്ട് ലെവലാക്കുന്നതിന് മുമ്പായിട്ട് മീനിൻ്റെ മസാല ചട്ടിയിലേക്ക് എനിക്ക് ലേശം ചോറിട്ടാണ് കേട്ടോ, കൊതിയെ കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലേശം എനിക്ക് തണുക്കുകയാണ്. അപ്പോൾ ആ ചെമ്പട്ടിയിൽ ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ ഉള്ളി റോസ്റ്റ് ചെയ്തിട്ടൊന്നും വല്ലാണ്ട് ഇട്ട് കൊടുക്കലില്ല കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് ആർക്കെങ്കിലൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്തേ ഉള്ളൂ കേട്ടോ നമ്മൾ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കല്. അപ്പോൾ അതാ ഭയങ്കര ചൂടാണ് കേട്ടോ, ഞാൻ എന്നാലും ഊതി കഴിച്ചു. അപ്പോൾ അതാ ദമ്മിട്ട് നമ്മൾ ചോറൊക്കെ അടുപ്പത്തുനിന്ന് മാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇമ്മന്നെയാണ് കേട്ടോ എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്ന ആള്. അപ്പോൾ എല്ലാവർക്കും ഓരോ പാത്രത്തിലായിട്ട് ഉമ്മ വിളമ്പി വെക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ സ്പെഷ്യൽ ആയിട്ടുള്ള വല്ലതും ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും കൂടെ നിലത്ത് വട്ടത്തിൽ ഇരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാറുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് ആദ്യം വിളമ്പി കൊടുത്തിട്ടുണ്ട്, കൂടെ തന്നെ ഞങ്ങളും വിളമ്പിയിട്ട് വന്ന് ഇരുന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളും ഇതുപോലെ ഒരുമിച്ച് ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കാറെന്നുള്ളത് തീർച്ചയായും താഴെ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.